രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങളൊരു 10-15 തവണ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മുന്നുണ്ടോ? കണ്ണ് തുറന്നു കഴിഞ്ഞാൽ തുമ്മലിനൊപ്പം തന്നെ നിങ്ങൾക്ക് കണ്ണ് ചൊറിച്ചൽ, മൂക്ക് ചൊറിച്ചൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, മൂക്കൊലിപ്പ് എല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് തുമ്മൽ വരുന്നത്? ഇതിൻ്റെ കാരണം പലപ്പോഴും നിങ്ങളുടെ ബെഡ്റൂമിൽ തന്നെയാണുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെയൊക്കെ മാറ്റാമെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം ഡസ്റ്റ് മൈറ്റ് അലർജി. നമ്മൾ കിടക്കുന്ന ബെഡ്, അതുപോലെ തന്നെ അതിൻ്റെ മേലെ വിരിക്കുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ഇതിലൊക്കെ ഡസ്റ്റ് മൈറ്റ്സ് വല്ലാതെ കൂടി നിൽക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്താണ് നമ്മൾ 7-8 മണിക്കൂറോളം നമ്മൾ കിടക്കുന്നത്. ഈ ഒരു കോണ്ടാക്റ്റ് പലപ്പോഴും നമുക്ക് ഡസ്റ്റ് മൈറ്റ്സിൻ്റെ അലർജി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മാട്രസിൻ്റെ ബെഡ്ഷീറ്റ് ആണെങ്കിലും പില്ലോ കവേഴ്സ് ആണെങ്കിലും റെഗുലറായിട്ട് വാഷ് ചെയ്യുകയും പൊടി അടിക്കാത്ത സ്ഥലത്ത് ഇത് സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം ബെഡ്റൂമിലെ മോൾഡ്. അതായത് നമ്മുടെ ചുമരിലാണെങ്കിലും ഡാംനെസ് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ റൂമിലെ ചുമരിലാണെങ്കിലും AC-യോട് അടുപ്പിച്ച് ജനലിൻ്റെ സൈഡിലാണെങ്കിലൊക്കെ മോൾഡ് വളരാൻ സാധ്യതയുണ്ട്. ഈ മോൾഡ് രാത്രിയൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്പോട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ രാത്രി മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഇതുവഴി അലർജി പലപ്പോഴും ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നുണ്ട്. മുറിയിലെ ഡാംനെസ് എവിടെയാണെന്ന് കണ്ടെത്തി അത് കൃത്യമായിട്ട് റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം പെറ്റ് അലർജി. അതായത് വീട്ടിൽ നായോ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇവ നമ്മുടെ ബെഡിലൊക്കെ കിടക്കുകയാണെങ്കിൽ പലപ്പോഴും അതിൻ്റെ ഡാൻഡ്രഫ്, അതായത് രോമങ്ങളൊക്കെ ബെഡ്ഷീറ്റിലും പില്ലോ കവറിലൊക്കെ ഉണ്ടായിരിക്കും. ഇവർ മാറി നിന്ന് കഴിഞ്ഞാൽ പോലും ഇത് ഈ ബെഡ്ഷീറ്റിൽ തന്നെ കിടക്കുകയും നമ്മൾ രാത്രി കുറേ നേരം ഇവിടെ കിടക്കുന്ന സമയത്ത് അതിനോട് കോൺടാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട്. പെറ്റ് അലർജി ഉണ്ടെങ്കിൽ കഴിയുന്നത് നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഈ പട്ടിയും പൂച്ചയൊന്നും കയറ്റാതിരിക്കുക. കാരണം ഇത് നിങ്ങളെ കണ്ടിന്യൂസ്ലി ഈ ഡാൻഡ്രഫ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നാലാമത്തെ കാര്യം കോക്രോച്ച് അലർജി. പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണിത്. വീട്ടിൽ കൂറ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ചില പാർട്ടിക്കിൾസ് ആണെങ്കിലും ഡ്രോപ്പിങ്സ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇറിറ്റേഷൻ നന്നായിട്ട് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, ഇവ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇൻഫെസ്റ്റേഷനോ കാര്യങ്ങളോ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ കാര്യം ടെമ്പറേച്ചർ ചേഞ്ച്. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് AC ഒക്കെ ഇട്ട് നല്ല തണുപ്പിലാണ് കിടക്കുന്നത്. പെട്ടെന്ന് ഇത് AC ഓഫാക്കി രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും. ഇത് നമ്മുടെ ശരീരം തണുത്തത് കൊണ്ടല്ല, മൂക്കിൻ്റെ ഒരു കാര്യമാണ്. പലപ്പോഴും മൂക്ക് ഒരു ടെമ്പറേച്ചർ ചേഞ്ചിനോട് അഡ്ജസ്റ്റഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഇതിന് നെർവ്സിൻ്റെ ഇഷ്യൂ ആണ്. ഇത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അലർജി ട്രിഗർ ആവും. ആറാമത്തെ കാര്യം രാവിലെ ഉണ്ടാകുന്ന വെളിച്ചം. പലരും ഇരുണ്ട മുറിയിൽ ഉറങ്ങിയതിന് ശേഷം പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന സമയത്ത് പലർക്കും ഒരു സ്നീസിങ് ഉണ്ടാക്കും. ഇത് ഫോർട്ടിക് സ്നീസിങ് റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും ഒരു അലർജി ഇഷ്യൂ അല്ല. പെട്ടെന്ന് ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഭയങ്കര സെൻസിറ്റീവ് ആവുന്നത് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ മാത്രമാണ് ഈ സ്നീസിങ്. ഇങ്ങനെ ബ്രൈറ്റ് ലൈറ്റിലേക്ക് നേരിട്ട് കടക്കാതെ കുറച്ച് സമയം എടുത്തതിന് ശേഷം മാത്രം ഇതിനോട് എക്സ്പോസ്ഡ് ആവുക. ഇതുകൊണ്ട് തന്നെ രാവിലെ തുമ്മുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് അലർജി ആയിരിക്കണമെന്നില്ല. അലർജിയുടെ ട്രിഗേഴ്സ് എന്തെന്ന് മനസ്സിലാക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. രാവിലെയുള്ള തുമ്മൽ എങ്ങനെ കുറയ്ക്കാമെന്ന് അടുത്ത വീഡിയോ ഞാൻ വിശദമായി പറയാം. ആ വീഡിയോ കാണാൻ ഇപ്പോൾ തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ദിവസവും രാവിലെ തുമ്മൽ കൊണ്ട് കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.